ഇങ്ങനെ ഒരു സമര പരിപാടികൾ പലരും കാണുമ്പോൾ വിചാരിക്കും എന്താണ് ഈ സംഭവം, എന്താണ് ഇതെന്നൊക്കെ ഇങ്ങനെ പലരും ചോദിക്കുന്നു. എന്താണ് സാർ? ഇന്നലെ രാഹുൽ ഗാന്ധിക്കെതിരെയും അതുപോലെ പ്രിയങ്ക ഗാന്ധിക്കും എതിരെ നടന്ന പോലീസ് നരനായാട്ടിനെതിരെ ഇന്ത്യയിലുടനീളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇന്നും ഇന്നലെയുമായി നടക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഉന്നത പദവി വഹിക്കുന്ന കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിനെയാണ് ഇന്നലെ പോലീസ് വലിച്ചിഴച്ച് റോഡിലൂടെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നീറ്റിന്റെ ചോദ്യപേപ്പർ ഉൾപ്പെടെ 150ഓളം പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ലീക്കായി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 21 വിദ്യാർത്ഥികൾ ഇന്ത്യയിലുടനീളം കേരളത്തിൽ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്തു. പക്ഷെ അതിന് ഉത്തരവാദിയായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും നേതൃത്വത്തിൽ നടന്ന സമാധാനപരമായ സമരത്തെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ കൊണ്ട് മൃഗീയമായി തല്ലിച്ചതച്ചു. അതിൽ ഏകദേശം 50ഓളം വിദ്യാർത്ഥികൾ വളരെ ഗുരുതരമായി വിവിധ ആശുപത്രികളിലാണ്. അപ്പൊ അതിനെതിരെ, ആ പ്രശ്നത്തിനെതിരെ വളരെ സമാധാനപരമായി നമ്മുടെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിൽ ഏകദേശം 150ഓളം എംപിമാരും 2 സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ രാഹുൽ ഗാന്ധി നേതാവേ ധീരതയോടെ നയിച്ചോളൂ, ഭാരതനാടിൻ പെരുമാറിൽ അങ്ങ് ചിന്തിയ ചോരയ്ക്ക് ആലം സാക്ഷി ചരിത്രം സാക്ഷി പകരം ഞങ്ങൾ ചോദിക്കും രാഹുൽ ഗാന്ധി നേതാവേ ധീരതയോടെ നയിച്ചോളൂ, ഭാരതനാടിൻ പെരുമാറിൽ അങ്ങ് ചിന്തിയ ചോരയ്ക്ക്